എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വം LDO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും മുൻവർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വം പരീക്ഷകൾക്ക് മുൻപ് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ശ്രദ്ധിക്കുക, പരീക്ഷ അടുക്കാനിരിക്കെ നിങ്ങളിനി കടന്നു പോകേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാകണം. അത്തരത്തിലൊരു സെഷനാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ചോദ്യം നോക്കുക. 2 പ്രസ്താവനകളാണ്. ഒന്നാമത് പ്രസ്താവന, നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. രണ്ടാമത് പ്രസ്താവന, ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് മുകളിൽ നൽകിയ 2 പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ നൽകിയതിൽ നിന്ന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നതാണ് ചോദ്യം. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം എന്ന പ്രസ്താവന ശരിയാണ്. ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തെയ്യം എന്ന പ്രസ്താവന തെറ്റാണ്. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തെയ്യം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആലത്തിയൂർ പെരും തൃക്കോവിൽ ക്ഷേത്രമാണ് ഉത്തരം. ആലത്തിയൂർ പെരും തൃക്കോവിൽ ക്ഷേത്രം. നോക്കുക, മലപ്പുറത്ത് തിരൂരിനടുത്തുള്ള ആലത്തിയൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം. അവിടെ ശ്രീരാമസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഹനുമാന്റെ പേരിലാണത് പ്രസിദ്ധമായത്. പൊന്നാനി പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഓർക്കണം. ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലാണ്. ശ്രീരാമക്ഷേത്രമാണെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം. രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കണം. മുപ്പെട്ടു ചൊവ്വാഴ്ച ചാന്താട്ട് നടക്കുന്ന ക്ഷേത്രം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്താണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. മുപ്പെട്ട് ചൊവ്വാഴ്ച ചാന്താട്ട് നടക്കുന്ന ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് എന്നാണ് ചോദ്യം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ്? കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കുമരനെല്ലൂർ ദേവി ക്ഷേത്രം, ക്ഷമിക്കണം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് കുമരനെല്ലൂർ ദേവി ക്ഷേത്രം. തിരുവഞ്ചിറ ജലാശയത്തിന് നടുവിലുള്ള ക്ഷേത്രം തിരുവഞ്ചിറ ജലാശയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ കൊട്ടിയൂർ മഹോത്സവം നടക്കുകയാണ് അല്ലേ? കൊട്ടിയൂർ ക്ഷേത്രമാണ് ഉത്തരം. കൊട്ടിയൂർ ക്ഷേത്രം. ഗരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. ഗരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. 7.5 പൊന്നാന എഴുന്നള്ളത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. കുമരനെല്ലൂർ ദേവി ക്ഷേത്രം എവിടെയാണ്? ഏറ്റുമാനൂർ ജില്ലയിലാണ്. ഏറ്റുമാനൂർ. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ്. കൃഷ്ണഗീതി. കൃഷ്ണഗീതി എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട്. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് സോപാന സംഗീതം. സോപാന സംഗീതം. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? 5ാമത്തെ വേദം മഹാഭാരതമാണ്. മഹാഭാരതം. മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഉത്സവം എന്തിനു നടത്തുന്നു? ദേവചൈതന്യത്തിന്റെ വർധനവിന്. ക്ഷേത്രത്തിൽ ഉത്സവം എന്തിനു നടത്തുന്നു? ദേവചൈതന്യത്തിന്റെ വർധനവിന്. നിവേദ്യത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ദ്രവ്യം നെയ്യ്. നിവേദ്യത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ദ്രവ്യം നെയ്യ്. മുട്ടിറക്കൽ പ്രധാന വഴിപാടായുള്ള ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം. മുട്ടിറക്കൽ പ്രധാന വഴിപാടായുള്ള ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം. ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം നിറഞ്ഞൊഴുകൽ എന്നാണ്. ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഉത്സവം എന്ന വിഷയം. 2ാമത് കൃഷ്ണനാട്ടം. 3ാമത് കഥകളി. ഈ ഒരു മേഖലയിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പിച്ചോളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വാദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം. താഴെ പറയുന്നവയിൽ പഞ്ചവാദ്യങ്ങളിൽ പെടാത്തതേത്? അല്ലെങ്കിൽ
ഈ ഉപയോഗിക്കുന്ന വാദ്യം ഏത് സമയത്താണ്? ഇപ്പോൾ ഉച്ചപൂജ സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ വാദ്യോപകരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം ഏതാണ്? വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം പടഹാദി. പടഹാദി. എന്താണ് ഉത്തരം? പടഹാദി. പ്രസിദ്ധമായ തൃപ്പൂതാറാട്ടുള്ള ഏകക്ഷേത്രം ഏതാണ്? തൃപ്പൂതാറാട്ടുള്ളത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. പുരാണകഥാപ്രസംഗം കൂത്ത്. ആംഗികം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയം ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല ഏതാണ്? ആംഗികം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയം ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല ഏതാണ്? കഥകളി. കഥകളി. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം പ്രസ്ഥാനത്രയം. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം പ്രസ്ഥാനത്രയം. മരപാണിയുടെ മറ്റൊരു നാമധേയം. വലിയ പാണി. മരപാണിയുടെ മറ്റൊരു നാമധേയം വലിയ പാണി. ശ്രീബുദ്ധന്റെ പൂർവ്വനാമധേയം എന്തായിരുന്നു? സിദ്ധാർത്ഥൻ. ശ്രീബുദ്ധന്റെ പൂർവ്വനാമധേയം സിദ്ധാർത്ഥൻ. നാരായണീയം എന്ന കൃതിയുടെ കർത്താവ്? നാരായണീയം മേൽപ്പത്തൂർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ആത്മീയാചാര്യൻ? ആത്മീയാചാര്യൻ ശ്രീനാരായണ ഗുരു. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശനയോഗം എന്നറിയപ്പെടുന്നത്? വിശ്വരൂപ ദർശനയോഗം 11ാം അധ്യായം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശനയോഗം എന്നറിയപ്പെടുന്നത്? 11ാം അധ്യായം. പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? കർണന്റെ. ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വമീമാംസകൻ ആരാണ്? ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വമീമാംസകൻ മണ്ഡനമിശ്രൻ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൾവാർമാർ. രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? രാമചരിതമാനസം തുളസീദാസ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് കേരള തുളസീദാസ്. ഓക്കെ, വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം 1969 എന്നോട് ഓർത്തു വയ്ക്കണം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ്? മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? 1956. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ട. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാതെ തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം ഏതാണ്? വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം ചേർപ്പിൽ ഭഗവതി. നിത്യവും 12,000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം കുമാരനെല്ലൂർ. ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ക്ഷേത്രാഭിവൃദ്ധി. വേറൊന്നും നോക്കരുത്, ഉത്സവം. ഏത് കാവ്യത്തിലെ നൃത്തകലാരൂപ അവതരണമാണ് കൃഷ്ണനാട്ടം കൃഷ്ണഗീതി. ഉറപ്പിച്ചോളൂ, കൃഷ്ണനാട്ടം ഒരു ചോദ്യമാണ്. ഏത് കാവ്യത്തിന്റെ നൃത്തകലാരൂപ അവതരണമാണ് കൃഷ്ണനാട്ടം? കൃഷ്ണഗീതി. ഉച്ചപൂജ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുക? രൂപകം. ജ്ഞാനകാന്ഡം ഏതാണ്? ഉപനിഷത്തുകൾ. മഹാഭാരതത്തിന് മറ്റൊരു പേര് ജയകാവ്യം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് എഴുത്തച്ഛൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയാചാര്യൻ മന്നത്ത് പത്മനാഭൻ. ഗർഭശ്രീമാൻ സ്വാതി തിരുനാൾ. അടുത്ത് നോക്കിയേ, തിരുവഞ്ചിറ ജലാശയത്തിന് നടുവിലുള്ള ക്ഷേത്രം. ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രം. തിരുവഞ്ചിറ ജലാശയത്തിന് നടുവിലുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം. ഗരൻ ചിദംബരത്തു നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. ഗരൻ ചിദംബരത്തു നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. എവിടെയാണ്? കോട്ടയം ജില്ലയിൽ. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? സ്ഥിരം ചോദ്യമാണെന്ന് പറഞ്ഞില്ലേ, സ്ഥിരമാണ് ഈ ചോദ്യം. കൃഷ്ണനാട്ടം
കൃഷ്ണഗീതി ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്. അമ്പലങ്ങളിൽ നടക്കിൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് സോപാന സംഗീതം. നോക്കിക്കേ, സോപാനം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ ഉപാസനമൂർത്തി ഉണ്ടാവുമല്ലോ, അവരുടെ പടിക്കെട്ടിനെയാണ് യഥാർത്ഥത്തിൽ സോപാനം എന്ന് പറയുക. ആ പടിക്കെട്ടിനടുത്ത് നിന്നുകൊണ്ട് പാടുന്നതാണ്, ആ പടിക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് ദേവനെ സ്തുതിച്ച് പാടുന്നതാണ് സോപാന സംഗീതം. ഇത് ആ സോപാനത്തിൽ നിന്ന്, ആ പടിക്കെട്ടിൽ നിന്നും കുറച്ച് വിട്ടുമാറി പാടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊട്ടിപ്പാടി സേവ എന്നാണ് വിളിക്കുക. അപ്പോൾ സോപാനം പടിക്കെട്ടാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിൽ നടക്കിൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുക, അഥവാ ഈ സോപാനത്തിനടുത്ത് നിന്ന് സ്തുതിച്ച് പാടുകയും അതിനെ വിളിക്കുന്ന പേര് സോപാന സംഗീതം എന്നും, അതുപോലെ തന്നെ ആ നടക്കിൽ നിന്നും തൊട്ട് മാറി, അഥവാ ആ സോപാനത്തിൽ നിന്നും മാറിയാണിത് പാടുന്നതെങ്കിൽ അതിനെ കൊട്ടിപ്പാടി സേവ എന്നുമാണ് വിളിക്കുക. കൊട്ടിപ്പാടി സേവയ്ക്ക് അഥവാ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക. ഓക്കെ, ഒരു ദേവവാദ്യമാണ് ഇടയ്ക്ക, അതും ഓർക്കണേ, ഒരു ദേവവാദ്യമാണ് ഇടയ്ക്ക. അപ്പോൾ അമ്പലങ്ങളിൽ നടക്കിൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട് സോപാന സംഗീതം. അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഏതാണ്? മഹാഭാരതം. അഞ്ചാം വേദം ഏതാണ്? മഹാഭാരതം. മാമാങ്കവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നാവാമുകുന്ദ ക്ഷേത്രം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം അല്ലേ. തൃശ്ശൂർ പൂരം എവിടെയാണ്? തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. അതാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത. വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം. രാമനാട്ടം ഏതാണ്? കഥകളിയാട്ടം. രാമനാട്ടം പരിഷ്കരിച്ചുണ്ടായ രൂപമാണ് കഥകളിയാട്ടം. ശ്രദ്ധിക്കുക, രാമനാട്ടം പരിഷ്കരിച്ചുണ്ടായ കലാരൂപം കഥകളി. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ ആട്ടക്കഥ എന്നതാണ് സാഹിത്യരൂപം. ഓക്കെ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം ഏതാണ്? കഥകളി. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം. കഥകളി യോഗം സ്വന്തമായിട്ടുള്ളത് ഏതാണ്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. നോക്കിക്കേ, കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏതാണ്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? തിരുവൈരാണിക്കുളം ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? പറഞ്ഞേ തിരുവൈരാണിക്കുളം. തിരുവൈരാണിക്കുളം. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം പൂർണ്ണത്രയീശ ക്ഷേത്രം. പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന് വകയാണ്? ഇലഞ്ഞിത്തറമേളം പറമേക്കാവ്. പറമേക്കാവ്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതാണ്? ചെണ്ട. ചെണ്ട. ഓക്കെ, നോക്കിക്കേ, സാധാരണ ചെണ്ടയും തബലയുമാണ് ഇങ്ങനെ ഇത്തരത്തിൽ വരാനുള്ള. ചെണ്ടയും തബലയും എന്തല്ല? പഞ്ചവാദ്യത്തിൽ പെടില്ല. കൊമ്പ് പഞ്ചവാദ്യമാണ്. ചേങ്ങില പഞ്ചവാദ്യമാണ്. ഓക്കെ, വളരെ പ്രധാനമാണേ. തിമില, മദ്ദളം, കൊമ്പ്, ഇടയ്ക്ക. അഞ്ചാമത്തെ ഏതാണെന്ന് കമൻറ്റ് ചെയ്തേ. പഞ്ചവാദ്യങ്ങളിൽ തിമില, മദ്ദളം, കൊമ്പ്, ഇടയ്ക്ക. ഓക്കെ, അടുത്തത് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. 18. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാണ്? ചന്ദനക്കാവ് ക്ഷേത്രമാണ്. ഏതാണ്? ചന്ദനക്കാവ് ക്ഷേത്രം. ചന്ദനക്കാവ് ക്ഷേത്രം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതിൽ ചെറിയൊരു തിരുത്ത് നോക്കുന്നത് ഉച്ചപൂജ സമയത്ത് ഇടയ്ക്കവാദ്യം ചെമ്പടരാഗം. ഓക്കെ, ചെമ്പടരാഗം. കേരളത്തിലെ പളനി ഏതാണ്? കേരളത്തിലെ പളനി ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ അമ്പലപ്പുഴ. തെക്കിൻ്റെ കാശി തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. ദക്ഷിണ ഭാഗീരഥി പമ്പ.
ഇവയെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ആവർത്തിക്കുന്നു. കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. ദക്ഷിണ ഭാഗീരഥി പമ്പ, പാട്ടുണ്ടല്ലേ, ദക്ഷിണ ഭാഗീരഥി പമ്പ. ഇന്ത്യയിൽ സീസണിൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇന്ത്യയിൽ സീസണിൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്താണ്? പൊങ്കൽ, ശബരിമല മകരവിളക്ക്, രഥോത്സവം, ശബരിമല ആറാട്ട്. ശബരിമല മകരവിളക്കാണ്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ്. ടെലിമെഡിസിൻ ആദ്യം, അതുപോലെ തന്നെ ശരണസേതു പാലം, അവിടെ കുടിവെള്ള പദ്ധതി അറിയപ്പെട്ടിരുന്ന പേര് ശബരി തീർത്ഥം. ഇതെല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ആദ്യമായി ടെലിമെഡിസിൻ നടപ്പിലാക്കിയത് റാന്നി വന ഡിവിഷനിലായിരുന്നു. ശരണസേതു പാലം ശബരിമലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബരിമലയിലെ കുടിവെള്ള പദ്ധതി അറിയപ്പെടുന്നത് ശബരി തീർത്ഥം എന്നാണ്. ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനം എന്നതാണ് ചോദ്യം. അതിൽ നിന്നാണ് കണക്റ്റിംഗ് പോയിന്റ് ഇത്രയും പറഞ്ഞത്. അച്ഛൻ കോവിലറിൽ നടക്കുന്ന വള്ളംകളി അറിയപ്പെടുന്നത് മദർ തെരേസ. അച്ഛൻ അമ്മ എന്ന് ഓർത്തു വെച്ചാൽ എളുപ്പമാണ്. പമ്പ നദിയിൽ നടക്കുന്നത് ആറന്മുള വള്ളംകളി. വെള്ളായണി കായലിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരെന്താണോ ഒന്ന് കമന്റ് ചെയ്തേ. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ട് ഉത്സവം നടക്കുന്നത് ഓച്ചിറയിലാണ്. നിർബന്ധമായിട്ടും പഠിക്കേണ്ടുന്ന ഒന്നാണ് ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച്. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. അപ്പോൾ പരമശിവനാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ കുടിയിരുത്തിയിരിക്കുന്നു. നോക്കിയേ, ഇതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വിഗ്രഹമില്ല, പരമാത്മാവിനെയാണ് പൂജിക്കപ്പെടുന്നത്. അടുത്തത്, നെന്മാറ വേല നടക്കുന്നത് ഏത് ജില്ലയിലാണ്? നെന്മാറ വേല പാലക്കാട് ജില്ലയിലാണ്. കൊട്ടിയൂർ എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ. ഓച്ചിറ കാളകെട്ട് 28ാം ഓണം അല്ലെ, 28ാം ഓണം നമ്മൾ പറയും. ഓച്ചിറ കാളകെട്ട് എവിടെയാണ് നടക്കുന്നത്? ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലാണ്. എടത്തുവ പെരുന്നാൾ എവിടെയാണ്? ആലപ്പുഴയിലാണ്. മണ്ണാർക്കാട് പെരുന്നാൾ എവിടെയാണ്? കോട്ടയമാണ്. മണ്ണാർക്കാട് പെരുന്നാൾ കോട്ടയമാണ്. അപ്പോൾ എന്താണ് ഓച്ചിറ കാളകെട്ട് നോക്കാം. 28ാം ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് കാളകെട്ട്. അപ്പോൾ 28ാം ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ആഘോഷമാണ് കാളകെട്ട്. ഓർക്കണം, 28ാം ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് കാളകെട്ട്. ഒരു ജോഡി കാളകളുടെ രൂപങ്ങൾ കെട്ടിയുണ്ടാക്കി അതിനെ ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് നിരത്തി വെച്ചുകൊണ്ടാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന കാളരൂപങ്ങളെ കെട്ടുകാളകൾ എന്നും പറയുന്നു. വൈവിധ്യമാർന്ന വലിപ്പങ്ങളിലുള്ള കാളകളെ ഈ സമയത്ത് മൈതാനത്ത് നിരത്താറുണ്ട്. ഓണാട്ടുകരയിലെ 52 കരക്കാരുടെ വകയായാണ് ഓരോ കാളയും നിരക്കുന്നത്. അപ്പോൾ ഓണാട്ടുകര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലെ കാളകെട്ട് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2014 ഇത്തരത്തിലെ 200-ലധികം കാളകൾ അണിനിരക്കുകയുണ്ടായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ട് ഉത്സവം എന്ന് പറയാവുന്നതാണ് ഈ ആഘോഷം. ഏഷ്യയിലെ ഏറ്റവും വലിയ കാളകെട്ട് ഉത്സവമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കാളകെട്ട് ഉത്സവമാണ് ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലെ കാളകെട്ട്. അപ്പോൾ ഈ കാളകെട്ടിന്റെ ഒരു ചിത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അടുത്തത് പൂരങ്ങളുടെ മാതാവ്. പൂരങ്ങളുടെ മാതാവ് ആരാണ്? ആറാട്ടുപുഴ. തൃശ്ശൂർ പൂരം എന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ടാവും, തെറ്റിക്കരുത്. ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ മാതാവ്. ആറാട്ടുപുഴ പൂരവും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് നടക്കുന്നത്. ദേവമേള അല്ലേ, മീനമാസത്തിലെ പൂരം നാളിലാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. ഏറ്റവും പഴക്കമേറിയ പൂരമാണിത്. ഏറ്റവും പഴക്കമേറിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം. പൂരങ്ങളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. മീനമാസത്തിലെ പൂരം നാളിൽ ചോദിച്ച ചോദ്യമാണ്, ഏത് മാസമാണ് ആറാട്ടുപുഴ പൂരം? ഏത് മാസമാണ്? മീനമാസത്തിലെ പൂരം നാളിലാണ് ആറാട്ടുപുഴ പൂരം. 23 ദേവീ ദേവന്മാരുടെയും 30 മുക്കോട് ദേവഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായ ആറാട്ടുപുഴ പൂരം വൈകുണ്ഠ ദർശനത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 23 ദേവീ ദേവന്മാരുടെയും 30 മുക്കോട് ദേവഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായ ആറാട്ടുപുഴ പൂരം വൈകുണ്ഠ ദർശനത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ 30 മുക്കോടി ദേവകൾ എന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ അതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വൈകുണ്ഠ ദർശനത്തിനാണ് ആറാട്ടുപുഴ പൂരത്തിന് പ്രാധാന്യം. ആനയടി പൂരം എവിടെയാണ്? ആനയടി പൂരം അത് കൊല്ലം ജില്ലയിലാണ്. ഉത്രാളിക്കാവ് പൂരം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ. വളരെ മനോഹരമായ റീലുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഉത്രാളിക്കാവ് പൂരം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. പെരുവനം പൂരം എവിടെ തന്നെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ചിനക്കത്തൂർ പൂരം എവിടെയാണ്? ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ലയിലാണ് ചിനക്കത്തൂർ പൂരം. സ്ഥിരം ചോദ്യമാണ്. ചിനക്കത്തൂർ പൂരവും ആറാട്ടുപുഴ പൂരവും ഉത്രാളിക്കാവ് പൂരവും എല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂരാണ്, ആറാട്ടുപുഴ പൂരം തൃശ്ശൂരാണ്, ചിനക്കത്തൂർ പൂരം പാലക്കാടാണ്, നെന്മാറവേല പാലക്കാടാണ്. ബൊമ്മക്കോലു നിരത്തൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ലൊരു ചോദ്യമാണ്. ബൊമ്മക്കോലു നിരത്തൽ ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് ഈ ബൊമ്മക്കോലു നിരത്തൽ. അപ്പോൾ ബൊമ്മക്കോലു നിരത്തൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൽപ്പാത്തി രഥോത്സവം ഏത് ജില്ലയിലാണെന്ന ചോദ്യം ഉണ്ടായിരുന്നു. കൽപ്പാത്തി രഥോത്സവം പാലക്കാട് ജില്ലയിലാണ്. കാശിയിൽ പാതി ഡാഷ് എന്നറിയപ്പെടുന്നു എന്ന് പറയാറുണ്ട്. കാശിയിൽ പാതി കൽപ്പാത്തി. ചോദ്യം പ്രതീക്ഷിക്കാം. കാശിയിൽ പാതി ഡാഷ് എന്താണ്? കാശിയിൽ പാതി കൽപ്പാത്തി. കാശിയുടെ പാതി ഫലം കൽപ്പാത്തിയിൽ പോയി തൊഴുത് മടങ്ങിയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ കാശിയിൽ പാതി കൽപ്പാത്തി. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ചെട്ടിക്കുളങ്ങര ഭരണി എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ. ഭീമാപള്ളി ഉറൂസ് എവിടെയാണ്? ഭീമാപള്ളി തിരുവനന്തപുരത്താണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചു പോകണം. ആചാരവിധി പ്രകാരം കേരളത്തിലെ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം. ക്ഷേത്രം ഏതാണ്? ശ്രീ വല്ലഭ ക്ഷേത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ വല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ വല്ലഭ ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീ വല്ലഭൻ. അതോട് ഓർത്തു വയ്ക്കണേ, മഹാവിഷ്ണുവിന്റെ ശ്രീ വല്ലഭൻ എന്ന ഭാവമാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ വല്ലഭ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ്. മഹാവിഷ്ണുവിന്റെ ശ്രീവല്ലഭൻ എന്ന ഭാവമാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ഇതാണ് ശ്രീവല്ലഭ ക്ഷേത്രം. അടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമായ രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമായ രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശില്പമായ രാജരാജേശ്വര ക്ഷേത്രം എവിടെയാണ്? തളിപ്പറമ്പാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. ക്ഷേത്രം നോക്കി കാണാൻ തന്നെ വളരെ മനോഹരമാണ് അല്ലേ. പൈതൃകം വിളിച്ചോതുന്ന ഒരു ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രം ശിവക്ഷേത്രമാണെന്നോട് ഓർക്കണം. പരബ്രഹ്മ സ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിലൊന്നായ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ശിവന്റേതായ പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. നോക്കണേ, ശിവനാണ് പ്രധാന പ്രതിഷ്ഠ, എന്നാൽ ശിവന്റേതായ പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. സാധാരണ ശിവന്റെ അമ്പലങ്ങളിലെല്ലാം, ശിവക്ഷേത്രങ്ങളിലെല്ലാം പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കൂവളത്തില അല്ലേ. ആ കൂവളത്തില ഇവിടെ ഉപയോഗിക്കാറില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പരബ്രഹ്മ സ്വരൂപിയായ പരമശിവന്റെ നാമാർത്ഥത്തിലുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിൽ
കൂവളത്തില ഉപയോഗിക്കാറില്ല, ഓർത്തു വയ്ക്കണം. ധാരയും രുദ്രാഭിഷേകവും പതിവില്ല, അത് ഓർത്തു വയ്ക്കണേ. ധാരയും രുദ്രാഭിഷേകവും പതിവില്ല. പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല. ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. എന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവും എല്ലാം ശിവന്റേതാണ്. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, അടുത്തിടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള പുരസ്കാരത്തിന് അർഹമായ ക്ഷേത്രം ഏത്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള പുരസ്കാരത്തിന് അർഹമായ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കരിവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ്. കോഴിക്കോട് ജില്ലയിലെ കരിവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തിനാണ് പുരസ്കാരം. എന്താണ് കർണികാര മണ്ഡപം എന്ന് പറഞ്ഞാൽ? തച്ചുശാസ്ത്രപ്രകാരം 16 തൂണുകളോട് കൂടി പണിയുന്ന മണ്ഡപങ്ങളെയാണ് കർണികാര മണ്ഡപങ്ങൾ എന്ന് പറയുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് കർണികാര മണ്ഡപം? തച്ചുശാസ്ത്രപ്രകാരം 16 തൂണുകളോട് കൂടി പണിയുന്ന മണ്ഡപങ്ങളെയാണ് കർണികാര മണ്ഡപങ്ങൾ എന്ന് പറയുന്നത്. കർണികാരം എന്നാൽ എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കർണികാരം എന്നാൽ കണിക്കൊന്ന എന്നാണ് അർത്ഥം. കർണികാരം എന്നാൽ കണിക്കൊന്ന. PSCയുടെ തന്നെ മുൻവർഷ ചോദ്യമാണ്. കർണികാര പ്രിയൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷനിൽ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു എന്നല്ല ഉണ്ടാവും, തെറ്റിക്കരുത്. കർണികാര പ്രിയൻ, കർണികാരം എന്ന് പറഞ്ഞ കണിക്കൊന്നയല്ലേ, കണിക്കൊന്ന ഇഷ്ടപ്പെട്ടത് കൃഷ്ണനല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ എഴുതാനുള്ള പ്രവണത ഉദ്യോഗാർത്ഥികളിൽ വർദ്ധിക്കുമെന്ന് PSCക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. കർണികാര പ്രിയൻ ശിവനാണ്. ഓക്കെ, അടുത്തത് അതിനെക്കുറിച്ചുള്ള പത്രവാർത്തയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യുനെസ്കോ പുരസ്കാര നിറവിൽ കർണികാര മണ്ഡപം. കരിവണ്ണൂർ കുന്നമംഗലം ക്ഷേത്രത്തിന് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള പുരസ്കാരം. കർണികാര മണ്ഡപം എന്താണെന്നൊക്കെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരുന്നു. തച്ചുശാസ്ത്രപ്രകാരം 16 തൂണുകളോട് കൂടി പണിയുന്ന മണ്ഡപങ്ങളെയാണ് കർണികാര മണ്ഡപങ്ങൾ എന്ന് പറയുന്നത്. തന്ത്രപ്രധാനമായ ഗ്രന്ഥങ്ങളിലാണ് ഇക്കാര്യം പറയുന്നത്. 12 ചെറിയ തൂണുകളും അതിന് മധ്യത്തിലായി 4 വലിയ തൂണുകളുമായി മലർത്തി പിടിച്ച ഒരു പൂവിന്റെ ദളങ്ങളുടെ മാതൃകയിലാണ് മണ്ഡപം. ഈ ദളങ്ങൾക്ക് നടുവിലെ മണ്ഡപത്തിന് ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ ഈ നടുക്കളത്തിൽ വെച്ചാണ് ക്ഷേത്രത്തിലെ കളമെഴുത്ത് പാട്ട് മറ്റും നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കർണികാര മണ്ഡപത്തിന്റെ നടുവിൽ വെച്ചിട്ടാണ് കളമെഴുത്ത് പാട്ടൊക്കെ നടത്താറുള്ളത്. അടുത്തത് കലാമണ്ഡലം രാമചാക്യാർക്ക് പുരസ്കാരം. നോക്കിക്കേ, കലാമണ്ഡലം രാമചാക്യാർക്ക് പുരസ്കാരം. എന്ത് പുരസ്കാരം കിട്ടിയത്? ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരം. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം അല്ലേ കൊടുക്കുന്ന ഒരു പുരസ്കാരം ആയതുകൊണ്ട് തന്നെ നോക്കി വെക്കണം. ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരം എത്ര രൂപയാണ്? 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണ പതക്കവുമാണ്. ആർക്കാണ് ലഭിച്ചത്? കൂടിയാട്ടം ആചാര്യൻ കലാമണ്ഡലം രാമചാക്യാർക്ക്. ശ്രദ്ധിക്കണം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരമാണ്. അപ്പൊ ക്ഷേത്രകല ഏതാണ്? കൂടിയാട്ടം. ഓർത്തു വെച്ചാൽ മതി. ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണ പതക്കവുമാണെന്ന് ഓർക്കണം. ഈ വർഷം ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കലാമണ്ഡലം രാമചാക്യാർക്കാണ്. ഓർത്തു വയ്ക്കണേ, കൂടിയാട്ടം ആചാര്യനാണ് കലാമണ്ഡലം രാമചാക്യാർ. ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നേടിയത് കലാമണ്ഡലം രാമചാക്യാർ. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചരഥാസ്. യുനെസ്കോ അംഗീകരിച്ച ഈ പഞ്ചരഥാസ് എവിടെയാണ് ചോദിക്കും? ഇന്ത്യയിലെ മഹാബലിപുരത്താണ് പഞ്ചരഥാസ്. ഈ പഞ്ചരഥാസ് എവിടെയാണ്? ഇന്ത്യയിലെ മഹാബലിപുരത്താണ്. അടുത്തത് തസ്കര വീരനും പാവങ്ങളുടെ കണ്ണിലുണ്ണിയുമായിരുന്ന കായംകുളം കൊച്ചുണ്ണിയെ ദൈവമായി പ്രതീക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ TK റോഡിൽ കാരംവേലിക്കടുത്തുള്ള ഇടപ്പാറ മലദേവർ നട. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി പ്രതിഷ്ഠയായ ക്ഷേത്രം ചോദിച്ചാൽ മലദേവർ നട ചോദിക്കാം. കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന ക്ഷേത്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇടപ്പാറയ്ക്കടുത്ത് മലദേവർ നട ക്ഷേത്രമാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഇടപ്പാറ മലദേവർ നട എന്ന് ഓർത്തു വെച്ചാൽ മതി. കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന ക്ഷേത്രം
പത്തനംതിട്ട, ഇടപ്പാറ, മലദേവർ നട. കേരളീയ ക്ഷേത്രവാദികളുടെ എണ്ണം എത്രയാണ്? 18. കേരളീയ ക്ഷേത്രവാദികളുടെ എണ്ണം 18. ഗുരുവായൂർ ക്ഷേത്രം ട്രസ്റ്റി ആരാണ്? ഗുരുവായൂർ ക്ഷേത്രം ട്രസ്റ്റി കോഴിക്കോട് സാമൂതിരിയാണ്. ഗുരുവായൂർ ക്ഷേത്രം ട്രസ്റ്റി ആരാണ്? കോഴിക്കോട് സാമൂതിരിയാണ്. ആചാരകർമ്മങ്ങൾക്കായി ആദ്യത്തെ റോബോട്ടിക് ആനയെ ഉപയോഗിച്ച ക്ഷേത്രം. ആചാരകർമ്മങ്ങൾക്കായി ആദ്യത്തെ റോബോട്ടിക് ആനയെ ഉപയോഗിച്ചത് എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? ഇരിഞ്ഞാലപ്പള്ളിയിലാണ്. ആചാരകർമ്മങ്ങൾക്കായി ആദ്യത്തെ റോബോട്ടിക് ആനയെ ഉപയോഗിച്ച ക്ഷേത്രം ഇരിഞ്ഞാലപ്പള്ളി. ആനയുടെ പേര് ഇരിഞ്ഞാലപ്പള്ളി രാമൻ. ഒന്നുകൂടെ പറയാം. ആചാരകർമ്മങ്ങൾക്കായി ആദ്യത്തെ റോബോട്ടിക് ആനയെ ഉപയോഗിച്ച ക്ഷേത്രം ഇരിഞ്ഞാലപ്പള്ളി. ആനയുടെ പേര് ഇരിഞ്ഞാലപ്പള്ളി രാമൻ. ഇരിഞ്ഞാലപ്പള്ളി രാമൻ എന്നുള്ളതാണ് ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അങ്കോർവത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് അങ്കോർവത്തിലാണ്. അങ്കോർവത്ത്. പുരി ജഗന്നാഥ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലാണ്. പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലാണ്. അമൃത്സറിൽ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു ആരാണ്? അമൃത്സറിൽ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു ഗുരു അർജുൻ ദേവ് ആണ്. ഗുരു അർജുൻ ദേവ് ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഏതാണ്? ചോദിക്കും. സ്ത്രീകളുടെ ശബരിമല ഏതാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് അല്ലേ. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുവരുന്ന ദിനമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം അല്ലേ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ. എന്താണ് ആറ്റുകാലമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്ന് നോക്കണേ. തമിഴ് കൃതിയായ ചിലപ്പതികാരത്തിലെ കണ്ണകിയാണ് ആറ്റുകാലമ്മ എന്നാണ് സങ്കല്പം. അപ്പോൾ തമിഴ് കൃതിയാണ് ഏത്? ചിലപ്പതികാരം അല്ലേ. ഇപ്പോൾ ചിലപ്പതികാരത്തിലെ കണ്ണകിയാണ് ആറ്റുകാലമ്മ എന്നാണ് സങ്കല്പം. കാവേരി പട്ടണത്തിലെ ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം കഴിക്കുന്നു. അവർ സസന്തോഷം കാവേരി പട്ടണത്ത് സകല സൗഭാഗ്യങ്ങളോടും കൂടി താമസം തുടങ്ങി. ഭർത്തൃഭക്തയായ കണ്ണകി കോവലനെ ഒരു കുറവും വരുത്താതെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചു പരിപാലിച്ചു പോന്നു. ഇതിനിടെ കോവലൻ നർത്തകിയായ മാധവിയുമായി പ്രണയത്തിലായി. കണ്ണകിയെ ഉപേക്ഷിച്ച് അയാൾ മറ്റൊരു ഭവനത്തിൽ മാധവിയുമായി താമസം തുടങ്ങി. കണ്ണകി താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവനെ ഓർത്ത് കണ്ണീർ വാർത്തു. ഒറ്റയ്ക്ക് ആ ഭവനത്തിൽ കഴിഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു? കോവലനും മാധവിയുമായുള്ള ബന്ധം അധികം നീണ്ടു നിന്നില്ല. സ്വത്തെല്ലാം തൻ്റെ കൈവശമായ ശേഷം മാധവി എന്ത് ചെയ്തു? കോവലനെ പുറത്താക്കുകയും എല്ലാം നഷ്ടപ്പെട്ട അയാൾ വീണ്ടും കണ്ണകിയെ തേടി വരികയും ചെയ്യുന്നു. കണ്ണകി ഒരു മടിയും കൂടാതെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ച പ്രിയനെ കൈവിടിഞ്ഞില്ല. എന്നാലും അവർക്ക് ജീവിക്കാനുള്ള മതിയായ സ്വത്തുവകകൾ കൈവശമില്ലാത്തത് കൊണ്ട് തന്നെ പവിഴം നിറച്ച ചിലങ്ക എന്ത് ചെയ്തു? പാണ്ഡ്യരാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുന്നതിനായിട്ട് കോവലന് നൽകി. ആ സമയത്ത് പാണ്ഡ്യരാജ്യത്ത് രാജ്ഞിയുടെ ചിലങ്ക മോഷണം പോയ സമയമായിരുന്നു. അവിടെ എത്തിയ കോവലന്റെ കയ്യിൽ ചിലങ്ക കണ്ടു കൊട്ടാരത്തിൽ എത്തിച്ചപ്പോൾ എന്ത് ചെയ്തു? കോവലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അല്ലേ. ഇതറിഞ്ഞ കണ്ണകി വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ കൊട്ടാരത്തിൽ പാഞ്ഞെത്തിയ കണ്ണകി എന്ത് ചെയ്തു? തൻ്റെ മറ്റേ ചിലങ്ക അവിടെ എറിഞ്ഞുടച്ചു. എന്നിട്ട് അതൊന്നും എന്ത് ചെയ്തു? പവിഴങ്ങനെ പുറത്തു വന്നു. അപ്പോൾ രാജ്ഞിയുടെ മുത്തായിരുന്നു, കണ്ണകിയുടെ എന്താണ്? പവിഴാണ്. അപ്പോൾ ദേഷ്യം വന്ന കണ്ണകി എന്ത് ചെയ്തു? ശപിക്കുകയാണ് ആ രാജ്ഞിയെ. അവിടെ വലിയ നാശനഷ്ടങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാവുകയും മധുര മീനാക്ഷി അമ്മയുടെ ഇടപെടൽ തൻ്റെ ശാപം പിൻവലിക്കുകയും തൻ്റെ തെറ്റ് മനസ്സിലായ രാജാവ് ആ കാരണത്താൽ നേറി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കണ്ണകി അവിടെ നിന്ന് ഇത് നേരെ കൊടുങ്ങല്ലൂരിലേക്ക് പോയി. അവിടെ നിന്ന് ബാലികയുടെ രൂപത്തിലാണ് എന്ത് ചെയ്തു? നേരെ തിരിച്ച് എങ്ങോട്ട് വരുന്നത്? കാരണവരുടെ വീട്ടിലെത്തി തേജസ്വിയായ ബാലിക സ്വപ്നത്തിൽ വന്ന് കാരണവരോട് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, പൂന്തോട്ടത്തിൽ കാവിനടുത്തായിട്ട് 3 സ്വർണ്ണരേഖകൾ കാണും. അവിടെ എനിക്കായി ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കണം. ആ പറഞ്ഞതിന് പ്രകാരമാണ് അവിടെ ആ കാരണവരെന്ത് ചെയ്ത് ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതും അതിന് ലോക പ്രശസ്തമായ ആറ്റുകാൽ ക്ഷേത്രമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം കണ്ണകിയാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ രൂപം എന്താണ്? കണ്ണകിയുടെ ബാലിക രൂപമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ചോദിക്കും. ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ കണ്ടോ, വേൾഡ്സ് ഫസ്റ്റ് ഓം ഷേപ്ഡ് ടെമ്പിൾ ഇനാഗുറേറ്റഡ് ഇൻ രാജസ്ഥാൻ. ചിത്രം നോക്കി എന്ത് മനോഹരാണല്ലേ, ഓം എന്നെഴുതിയ ക്ഷേത്രം. കലകളുടെ മുത്തശ്ശി ആരാണ്? കൂടിയാട്ടമാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ് ചോദിച്ചാൽ ഉത്തരം കമന്റ് ചെയ്യണേ. കലകളുടെ മുത്തശ്ശി കൂടിയാട്ടമാണ്. കൂടിയാട്ടം. കാളിയൂട്ടിന് പ്രാധാന്യമുള്ള ജില്ല ഏതാണ്? കാളിയൂട്ടിന് പ്രാധാന്യമുള്ള ജില്ല തിരുവനന്തപുരം. എങ്ങനെ ഓർക്കുക? ഏറ്റവും കൂടുതൽ പൊങ്കാലയൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്തല്ലേ. അപ്പൊ കാളിയൂട്ടിന് പ്രാധാന്യമുള്ള ജില്ല തിരുവനന്തപുരം. ഒന്നാമത്തെ ചോദ്യം,
പാലക്കാട് കോട്ടയ്ക്കകത്ത് ഏത് ദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഉള്ളത്? പാലക്കാട് കോട്ടയ്ക്കകത്ത് ഏത് ദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഉള്ളത്? ആരാണ് അറിയാലോ? പാലക്കാടുകാർക്കൊക്കെ അറിയാലോ. ഏതാണ്? ഹനുമാൻ. 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 അടുത്ത, ചന്ദ്രഹാസം എന്ന വാൾ ഏത് രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചന്ദ്രഹാസം എന്ന വാൾ ഏത് രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാവണൻ. രാവണന് ശിവൻ സമ്മാനിച്ചതാണ് ഏത്? ചന്ദ്രഹാസം. അടുത്ത, തത്വമസി. ശബരിമലയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. തത്വമസി ഏത് ഉപനിഷത്തിൽ നിന്നും എടുത്തിരിക്കുന്നു? തത്വമസി എന്ന ആപ്തവാക്യം ഏതാണ്? ചാന്തോക്യോപനിഷത്ത്. ഏതാണ്? ചാന്തോക്യോപനിഷത്ത്. സത്യമേവ ജയതേ ഏതായിരുന്നു? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ. അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി ഏതാണ് ഉപനിഷത്ത്? ബൃഹദാരണ്യകോപനിഷത്ത്. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപനിഷത്ത് ഈശോവാസ്യ ഉപനിഷത്ത്. വിവേകാനന്ദന്, സ്വാമി വിവേകാനന്ദന് ഏറ്റവും ഇഷ്ടമുള്ള ഉപനിഷത്ത് ഉത്തിഷ്ഠത ജാഗ്രത. അല്ലെ? ഏതാണ്? കഠോപനിഷത്ത്. ഉത്തിഷ്ഠത ജാഗ്രത, കഠോപനിഷത്ത്. ഉപനിഷത്തുകളെ കുറിച്ച് എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്, മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് തത്വമസി. എഴുതിയത് സുകുമാർ അഴീക്കോട്. തത്വമസി എഴുതിയത് സുകുമാർ അഴീക്കോട്. ആർക്കാണ് തത്വമസി സമർപ്പിച്ചിരിക്കുന്നത്? കമന്റ് ചെയ്യുക. ആർക്കാണ് തത്വമസി സുകുമാർ അഴീക്കോട് സമർപ്പിച്ചിരിക്കുന്നത്? നാലാമത്തെ ചോദ്യം, ദേവവ്രതൻ പുരാണത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേവവ്രതൻ, സത്യവതിയുടെ വളർത്തച്ഛന് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് വാക്കുകൊടുത്ത ദേവവ്രതൻ പുരാണത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആരാണ്? ഭീഷ്മർ. ആരാണ്? ഭീഷ്മർ. ഭീഷ്മർ. ഭീഷ്മരുടെ മറ്റൊരു പേരാണ് എന്ത്? ദേവവ്രതൻ. അടുത്ത്, ഘടോൽക്കചന്റെ മാതാവിന്റെയും പിതാവിന്റെയും പേരെന്ത്? ഘടോൽക്കചന്റെ മാതാവിന്റെയും പിതാവിന്റെയും പേരെന്ത്? ഹിഡുംബി ഭീമൻ. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT രചിച്ച നോവലാണ് ഏത്? രണ്ടാമൂഴം. രണ്ടാമൂഴം. ഹിഡുംബിയുടെയും ഭീമന്റെയും മകനാണ് ആര്? ഘടോൽക്കചൻ. ഘടോൽക്കചൻ. അടുത്ത, വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? എല്ലാ മതസ്ഥർക്കും പ്രവേശനമുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? എവിടെയാണ്? വയനാട്. 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 വയനാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ഏതാണ്? തിരുനെല്ലി ക്ഷേത്രം. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അടുത്ത സീരീസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് കവർ ചെയ്യാം. അടുത്ത, ഈ ക്ഷേത്രത്തിലെ ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുത്. ക്ഷേത്രം ഏത്? ക്ഷേത്രം ഏത്? അവിടുത്തെ പ്രധാന ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുത്. ഏതാണ്? വള്ളിയങ്കാവ് ക്ഷേത്രം. ഏതാണ് ക്ഷേത്രം? വള്ളിയങ്കാവ് ക്ഷേത്രം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഭവനത്തിൽ വിശേഷ അവസരങ്ങളിലും പൗർണമി പോലുള്ള വിശേഷ ദിനങ്ങളിലുമാണ് നാം 5 തിരിയിട്ട് നിലവിളക്ക് തെളിക്കുന്നത്. ഇങ്ങനെ ദീപം തെളിക്കുന്നതിന് ഭദ്രദീപം എന്നാണ് പറയുക. ഈ 5 തിരികൾ ഏത് ഭഗവാന്റെ 5 മുഖങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം? ഈ 5 തിരികൾ ഏത് ഭഗവാന്റെ 5 മുഖങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് വിശ്വാസം? ആരുടെയാണ്? ശിവൻ. ആരുടെയാണ്? ശിവൻ. അടുത്തത്, മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? എത്രയാണ്? 6. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന ചടങ്ങിന് പറയുന്ന പേരാണ് എന്ത്? മുറജപം. അടുത്ത, തിരുവാതിരയുടെ അധിപഗ്രഹം ഏത്? തിരുവാതിര. ഒറ്റ നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര ശിവനുമായിട്ട് ബന്ധമുള്ള നക്ഷത്രമാണ്, അറിയാലോ. തിരുവാതിര. തിരുവാതിര. തിരുവാതിരയുടെ അധിപഗ്രഹം ഏത്? ഏതാണ്? രാഹു. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധാരിക്ക് 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന് വരം നൽകിയതാര്? ഗാന്ധാരിക്ക് 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന് വരം നൽകിയത് ആര്? ആരാണ്? വ്യാസൻ. ആരാണ്? വ്യാസൻ. കുങ്കുമം പ്രസാദമായി ലഭിക്കുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? കുങ്കുമം പ്രസാദമായി ലഭിക്കുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? ഏത് ക്ഷേത്രങ്ങളിലാണ്? ദുർഗാ ക്ഷേത്രങ്ങളിൽ. എവിടെയാണ്? ദുർഗാ ക്ഷേത്രങ്ങളിൽ. അടുത്തത്, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏത്? അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏത്? പാൽപ്പായസം. ഏതാണ്? പാൽപ്പായസം. അടുത്ത, കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം. കുചേല ദിനം. കുചേല ദിനം.
ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച. അടുത്ത പുരാണങ്ങളുടെ എണ്ണം. പുരാണങ്ങളുടെ എണ്ണം എത്രയാണ്? 18. എത്രയാണ്? 18. അടുത്ത സോപാന സംഗീതം മുഖ്യമായും ഏത് ഗ്രന്ഥത്തെ ആശ്രയിച്ചിരിക്കുന്നു? സോപാന സംഗീതം മുഖ്യമായും ഏത് ഗ്രന്ഥത്തെ ആശ്രയിച്ചിരിക്കുന്നു? ഏതാണ്? ഗീതാ ഗോവിന്ദം. ജയദേവന്റെ ഗീതാ ഗോവിന്ദം. ജയദേവന്റെ ഗീതാ ഗോവിന്ദം. അടുത്ത ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? ഗുരുവായൂർ. എവിടെയാണ്? ഗുരുവായൂർ. അടുത്ത ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണി ഏത് മാസത്തിലാണ്? ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണി ഏത് മാസത്തിലാണ്? ഏത് മാസത്തിലാണ്? ചിങ്ങമാസത്തില്. കഴിഞ്ഞു പോയില്ലേ? ചിങ്ങമാസത്തില്. അടുത്തത് 9ാമത്തെ ചോദ്യം. ദ്രോണാചാര്യരെ വധിച്ചത് ആര്? ദ്രോണാചാര്യരെ വധിച്ചത് ആര്? ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. അടുത്തത് മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? കുരുക്ഷേത്ര യുദ്ധം. ഹരിയാനയിലെ കുരുക്ഷേത്രം. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? എത്രയാണ്? 18 ദിവസം. 18 ദിവസം. കൃഷ്ണന്റെ ശംഖിന്റെ പേരെന്ത്? കൃഷ്ണന്റെ ശംഖിന്റെ പേരെന്ത്? 2ാമത്തെ ചോദ്യം. തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത്? തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത്? 3ാമത്തെ ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്ന്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്ന്? അടുത്ത 4ാമത്തെ ചോദ്യം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവൻ ആര്? കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവൻ ആര്? അടുത്ത 5ാമത്തെ ചോദ്യം. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര്? നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര്? അടുത്ത 6ാമത്തത്. വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ പ്രധാന വഴിപാട് ഏത്? വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട് ഏത്? അടുത്ത 7ാമത്തത്. ഭഗവതി ക്ഷേത്രങ്ങളിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത്? ഭഗവതി ക്ഷേത്രങ്ങളിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത്? അടുത്ത 8ാമത്തെ ചോദ്യം. ശ്രീകുരുംബ എന്നറിയപ്പെടുന്ന ദേവി. ശ്രീകുരുംബ എന്നറിയപ്പെടുന്ന ദേവി. അടുത്തത് 9ാമത്തെ ചോദ്യം. ദൈവദശകം രചിച്ചതാര്? ദൈവദശകം എഴുതിയതാര്? 9ാമത്തെ ചോദ്യം. ദൈവദശകം എഴുതിയതാര്? 10ാമത്തത്. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ വർഷം. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ വർഷം. 11ാമത്തെ ചോദ്യം. കുചേലന്റെ ശരിയായ പേര്. കുചേലന്റെ ശരിയായ പേര്. കുചേലന്റെ ശരിയായ പേര്. അടുത്ത 12ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏത് അംഗമാണ് പിന്നീട് മുഖ്യമന്ത്രിയായത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏത് അംഗമാണ് പിന്നീട് മുഖ്യമന്ത്രിയായത്? അടുത്തത് 13ാമത്തെ ചോദ്യം. നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആര്? നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആര്? അടുത്ത 14ാമത്തെ ചോദ്യം. ശാസ്താവിന്റെ വാഹനം ഏത്? ശാസ്താവിന്റെ വാഹനം ഏത്? അടുത്ത 15ാമത്തെ ചോദ്യം. ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ദ്വാരക ഏത് സംസ്ഥാനത്താണ്? അടുത്ത 16. ഘടോൽക്കചൻ ആരുടെ മകനാണ്? ഘടോൽക്കചൻ ആരുടെ മകനാണ്? അടുത്ത 17. ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് ആര്? ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് ആര്? അടുത്ത 18ാമത്തെ ചോദ്യം. യുഗങ്ങളുടെ എണ്ണം എത്ര? യുഗങ്ങളുടെ എണ്ണം എത്ര? യുഗങ്ങളുടെ എണ്ണം എത്ര? 19ാമത്തെ ചോദ്യം. തത്വമസി ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു? തത്വമസി ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു? 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ എണ്ണം എത്ര? അപ്പോൾ 20 ചോദ്യമുണ്ട്. ഗൂഗിൾ ഒന്നും ചെയ്യാതെ ബാക്കി ബുക്കുകളൊന്നും നോക്കാതെ നിങ്ങൾ 20 എണ്ണം ഒന്ന് എഴുതി നോക്കുക. നിങ്ങളുടെ ആരും നോക്കാനൊന്നും പോകുന്നില്ല, എത്ര മാർക്ക് കിട്ടിയെന്നൊന്നും ആരും നോക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ഇനി പറയുന്ന ഭാഗം നിങ്ങൾ കാണുക.
ഉത്തരം പറയാൻ പോവാണ്. 1 പാഞ്ചജന്യം, 2 ചെങ്ങന്നൂർ മഹാദേവ പാർവതി ക്ഷേത്രം, 3 1936 നവംബർ 12, 4 ഭരതൻ, 5 ഭരതമുനി, 6 തേങ്ങയേറ്, 7 5 എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം 5, 8 കൊടുങ്ങല്ലൂരമ്മ, 9 ശ്രീനാരായണ ഗുരു, 10 1888, 11 സുധാമ അല്ലെങ്കിൽ സുധാമൻ, 12 ആർ ശങ്കർ, 13 ഉണ്ണായി വാര്യർ, 14 കുതിര, 15 ഗുജറാത്ത്, 16 ഭീമൻ, 17 അഗസ്ത്യമുനി, 18 4, 19 ചാന്തോക്യോപനിഷത്ത്, 20 5.